അസ്തിത്വബോധം ഉളവാകും. താനെന്ന ബോധം വരികയും ഇതര വൃത്തികൾ അടങ്ങുകയും ചെയ്യും. അപ്പം എല്ലാ വൃത്തിയും നിരോധിച്ചു. ഇതാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ രത്ന ചുരുക്കം. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് വേണേൽ ആ പുസ്തകം നിങ്ങൾ റെഫർ ചെയ്താൽ മനസ്സിലാക്കാം. ഞാനെന്ന ബോധം നിൽക്കുകയാണ് എങ്കിൽ ചിത്തവൃത്തികൾ കുറയും. ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്നത് എന്നെ മറന്നിട്ടാണ്. ആത്മവിസ്മൃതി വരുമ്പോഴേ വിഷയം ഉണ്ടാവുകയുള്ളൂ. അത് ചെറിയ കാര്യങ്ങളിൽ പോലും കാണാം. ഞാനൊരച്ഛനാണ് എന്ന ബോധം നിൽക്കുമ്പോൾ കുട്ടിയൊരു കുസൃതി കാണിച്ചാൽ നമുക്ക് കുട്ടിയെ എടുത്ത് മാറോടണയ്ക്കാനേ തോന്നുന്നു. ആളുകളൊക്കെ നിൽക്കുന്നു, അവിടെ നിങ്ങൾ എൻജിനീയർ റിട്ടയറാണ് അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ പിറന്നതാണെന്ന് വരുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾക്ക് തല്ലാനേ പറ്റൂ. കാരണം അവിടെ നിങ്ങളെ വേറൊന്നായി നിങ്ങൾ രൂപാന്തരപ്പെടുത്തിയിട്ട് കാണുക. അവിടെ വിഷയമാണുള്ളത്, നിങ്ങളില്ല. അതാണ് സാധാരണക്കാരൻ്റെ കുട്ടിക്കുള്ള സ്വാതന്ത്ര്യവും നിങ്ങളുടെ കുട്ടിക്കുള്ള അസ്വാതന്ത്ര്യവും തമ്മിലുള്ള അന്തരം. ഒരു നല്ല കുട്ടിയായി വളരണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും സാധാരണ കുടുംബത്തിൽ ജനിക്കണം. പണക്കാരൻ്റെ, അഭിജാതൻ്റെ, വിദ്യാഭ്യാസമുള്ളവൻ്റെയൊക്കെ കുട്ടിയായി ജനിച്ചു പോയാൽ അതേതോ മുജ്ജന്മ പാപം ചെയ്തു വരുന്ന സാധനമാണ്. അതുകൊണ്ട് അതിനൊരുപാട് കഷ്ടപ്പാടുണ്ടാവും. അത് രക്ഷപ്പെടാൻ പ്രയാസമാണ്. കർമ്മഫലം തീരണം. അതുകൊണ്ടാണ് അത് അവസാനം സന്ധ്യയ്ക്കിരുന്ന് പാടുന്നത്, ഈ നരകത്തീന്ന് തന്നെ കരകയറ്റിയിടണം എന്ന് പ്രാർത്ഥിക്കുന്നത്. നരകം വേറൊന്നുമല്ല, ഇതൊക്കെയാണ്. കാരണം അതിന് സ്വതന്ത്രമായൊന്നും കളിക്കാൻ പറ്റില്ല. അതിന് സ്വതന്ത്രമായ ഒരു ആഹാരം എടുത്ത് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കുന്നതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് ഉള്ളതേ കഴിക്കാൻ പറ്റുള്ളൂ. അതിന് മണ്ണ് വരാൻ പറ്റിയല്ല. ഇത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും നിങ്ങൾ സമ്മതിച്ചു തരുമൊന്നുമില്ല. എന്നിരുന്നാലും ഉണ്ടായ നല്ലത്. സമയം തൈ അപ്പം ചുരുക്കാം. തത്ര ക്ഷിപ്തമൂഢയോ സത്യപി പരസ്പരാപേക്ഷയാ വൃത്തിനിരോധേ പാരമ്പര്യേണാപി നിശ്രേയസഹേതു ഭാവാഭാവ തദുപഘാതക ത്വച്ച യോഗപക്ഷാത് ദൂരോ ഉത്സാദിതത്വമിതി തതയോർ യോഗത്വം നിഷിദ്ധം. യോഗത്തിൻ്റെ 5 വിധ ഭൂമികകളിൽ ക്ഷിപ്തം, മൂഢം എന്നീ ഭൂമികകളിൽ രജോ ഗുണവും തമോ ഗുണവും പാരമാണിക ആധിക്യം കാരണം അതിൻ്റെ ആധാരത്തിൽ പാരസ്പരിക വൃത്തി നിരോധം ഉണ്ടായാലും യോഗസാധനയുടെ പ്രായോഗിക ക്ഷേത്രത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അല്പമാത്രമായി മൂഢത്തിലും ക്ഷിപ്തത്തിലും വൃത്തിനിരോധം ഉണ്ട് എന്ന് വരികിൽ പോലും പ്രായോഗികമായി ആ രണ്ടവസ്ഥയും യോഗത്തിന് അനുഗുണമല്ല. അതുകൊണ്ട് ക്ഷിപ്തവും മൂഢവും പരമ്പരയാ മോക്ഷ ഹേതുവിന് അഭാവമാണ്, മോക്ഷഹേതുവല്ല. ക്ഷിപ്തം, മൂഢം ഈ രണ്ടവസ്ഥകൾ യോഗത്തിന് ചേർന്നതല്ല. അത് പരമ്പരയ എന്ന് പറഞ്ഞാൽ ഒന്നിനെ തുടർന്ന് അടുത്തത് എന്ന മട്ടിൽ വീണ്ടും വീണ്ടും ക്ഷിപ്തങ്ങളുണ്ടാവുകയല്ലാതെ
മൂഢമുണ്ടാവുകയല്ലാതെ അതൊരിക്കലും സമാധിയെ ഉണ്ടാക്കുകയില്ല. അത് മോക്ഷത്തിന് സഹകാരിയുമല്ല, സഹായിക്കുകയില്ല. ഇവിടെയാണ് പലപ്പോഴും ആത്മസാധനയിലേക്ക് പോകുമ്പോൾ വഴിതെറ്റുന്നത്. യോഗശാസ്ത്രത്തെ വേണ്ട വിധം പഠിക്കാത്ത ആചാര്യന്മാർ എന്ത് ചെയ്താലും നിങ്ങൾ മോക്ഷത്തിലെത്തിക്കോളും എന്ന് ഉപദേശിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ഇത് വളരെ സുഖമാണ്. പുതിയ പഠിപ്പിക്കൽ അങ്ങനെയാണ്, ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കാരണം ദക്ഷിണ കിട്ടാൻ അത് വളരെ പ്രയോജനം. നിങ്ങളിപ്പം മോക്ഷത്തിലാണല്ലോ, മോക്ഷത്തിലല്ല എന്നുള്ള തോന്നലാണ് നിങ്ങളുടെ ബന്ധം. സത്യമാണ് പറയുന്നത്, മോക്ഷത്തിലല്ല എന്നുള്ള തോന്നലാണ് ബന്ധം. അത് തർക്കമൊന്നുമില്ല. പക്ഷെ ഈ തോന്നൽ എങ്ങനെ പോകും എന്നല്ല പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ മോക്ഷത്തിലാണ്. കേൾക്കുമ്പോൾ ഞാനും മോക്ഷത്തിലാണോ? അതെ, സന്തോഷമായി, ഒപ്പമായല്ലോ. ഇത് കഴിഞ്ഞ് രണ്ടുപേരോട് ഒന്നിച്ചിരുന്നൊരു ഭക്ഷണവും കൂടെ കഴിച്ചാൽ പിന്നെ അവൻ അഭിമാനത്തോടുകൂടി പറയും, പിന്നെ ഗുരു വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തുല്യനാണ് ഞാൻ, എന്നെയും കൂടെ ഒപ്പം പൂജിച്ചോളാനാണ്. വെള്ളമടിച്ചാലും കുഴപ്പമൊക്കെ കാണിച്ചാലും ഞങ്ങൾ ഒന്നിച്ചിരുന്നു. എൻ്റെ വെള്ളാടിയൊന്നും ഇതിന് പ്രശ്നമല്ലെന്നും ഞാൻ കാണിക്കുന്ന കൊള്ളിക്കരുതാഴിയൊന്നും ഇതിന് ബാധകമല്ലെന്നും ഒക്കെ അദ്ദേഹം സർട്ടിഫിക്കറ്റ് തന്നു. ഇങ്ങനെ സർട്ടിഫിക്കറ്റുള്ള ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. ആശ്രമങ്ങളിലൊക്കെ ചെന്നാൽ ഇത്തരം സർട്ടിഫിക്കറ്റുകളുടെ 8 കളിയാണ്. പിന്നെ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് കുറേ എടുത്ത് വേണമെങ്കിൽ കുറേ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന്. കാരണം ലോകത്തിന് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കിയ തള്ളയുടെയോ തന്തയുടെയോ ഒരു ഫോട്ടോയും മുമ്പിൽ വെച്ച് ഇത് ദാനം കൊടുത്തതിൻ്റെ ഒരു വലിയ പേരും കൊടുത്തു കഴിഞ്ഞാൽ അതും സന്തോഷമായി. അതോടുകൂടി പാവയെല്ലാം പോയി. പാർഡൺ ടിക്കറ്റ്സ് പണ്ട് മറ്റേയാൾ പിരിച്ചത് അങ്ങനെയാണ്. മാർട്ടിൻ ലൂതർ അല്ല, കാസിയോ അല്ലേ, സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പണിയുന്നതിന് വേണ്ടി പണം പിരിക്കാൻ പോയത് അങ്ങനെയാണ്. അതിനെതിരെയാണ് മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റിസം ഉണ്ടാക്കുന്നത്. കാരണം പുള്ളിയായിരുന്നു പിരിക്കാൻ വിടുമെന്ന് വിചാരിച്ചിരുന്നത്. പുള്ളിയെ വിട്ടില്ല. പോപ്പ് പുള്ളിക്ക് കൊടുത്തില്ല, മറ്റൊരുത്തനെ പിടിച്ചു കൊടുത്തു. ബുദ്ധിമാനായതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി ഒരു 90 നിയമങ്ങളുണ്ടാക്കി പോപ്പിനും പള്ളിക്കും എതിരായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് പുള്ളിയുടേതായിട്ട് വേറൊരെണ്ണമുണ്ട്. അങ്ങനെ വന്നതാ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കുഴപ്പമുണ്ടാക്കും. അതിന് കാരണം ഇതാണ്. മോക്ഷത്തിന് സഹകാരിയെയല്ല ഈ ക്ഷിപ്തങ്ങൾ. ഈ ക്ഷിപ്തങ്ങളെയാണ് ഇപ്പോൾ പലരും താലോലിക്കുന്നത് യോഗമെന്ന പേരിൽ. ഓരോരുത്തരിലും വരുന്ന ക്ഷിപ്തങ്ങളെ താലോലിച്ച് സ്വയം ഞാൻ അതാണ് എന്ന് ഭാവിച്ചിരിക്കും. എന്നിട്ട് ഉപദേശം കൊടുക്കാനൊക്കെ പോകും. അത് ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്തവനെ പറ്റിക്കാൻ എളുപ്പമാണ്. പഠിച്ചവന് അവൻ്റെ ഒരു അഹങ്കാരവും ഇവൻ്റെ അഹങ്കാരവും കൂടെ കൂട്ടിമുട്ടിയാൽ കണ്ടു നിൽക്കുന്ന ആളുകൾക്കിഷ്ടം പഠിക്കാത്തവൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകെ ആളുകൾ കൂടും. അതുകൊണ്ട് ആൾബലം വെച്ചുകൊണ്ട് ഏറ്റുമുട്ടലോ. നിശബ്ദമായിരിക്കാൻ ഈ പഠിച്ചവനും പറ്റില്ല. അതിന് കാരണം വിക്ഷിപ്തം ആ സമയത്തുള്ളതുകൊണ്ടാണ്. ജിജ്ഞാസുവിൽ കാണുന്ന വിക്ഷിപ്തം വളരെ കൂടുതലായതുകൊണ്ടാണ്. അതാണ് ഈ ഏറ്റുമുട്ടലിനൊക്കെ കാരണമായിത്തീരുന്നത്. അപ്പോൾ അത് വരാതിരിക്കത്തക്ക വിധത്തിലാണ് ഭാഷ്യകാരനായ വ്യാസൻ ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് സഹകാരിയുമല്ല, അത് മോക്ഷത്തിൻ്റെ ഗതിയെ തടയുന്നതുമാണ്. ക്ഷിപ്തവും മൂഢവും യോഗ പരിധിയിൽ നിന്ന് ബഹിഷ്കൃതമായാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ക്ഷിപ്തമൂഢങ്ങളെ
യോഗ ഉപകാരിയല്ലെന്നറിഞ്ഞ് അകറ്റി നിർത്തണം. അതിന് നിയമം അറിയണം. അത് രണ്ടു വിധമാണ് നിയമം. ഒന്ന് വിധി നിയമം, രണ്ട് നിഷേധ നിയമം. ഗണിതയുക്തിയിലാണ് പതഞ്ജലി ഇതെഴുതി പോകുന്നതെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. വിധി നിയമം, നിഷേധ നിയമം. ഡയറക്റ്റ് റീസണിങ് ആൻഡ് ഇൻഡയറക്റ്റ് റീസണിങ് എന്നോ മറ്റോ ആണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് തോന്നുന്നു. അല്ലെന്ന് പറഞ്ഞ് ആണെന്ന് സ്ഥാപിക്കുക, ആണെന്ന് പറഞ്ഞ് ആണെന്ന് സ്ഥാപിക്കുക. മാത്തമാറ്റിക്സ് പഠിച്ചവർക്കറിയാം, റൂട്ട് ടു റാഷണലോ ഇറാഷണലോ എന്ന് അറിയുന്നതിന് ലെറ്റ് റൂട്ട് ടു ബി എങ്ങനെയാ തുടങ്ങുന്നത് അതോ ഇറാഷണലാണെന്ന് പറഞ്ഞു? ലെറ്റ് റൂട്ട് ടു ബി ആൻ ഇറാഷണൽ നമ്പർ എന്ന് തുടങ്ങി അങ്ങനെ അല്ല എന്ന് സ്ഥാപിച്ച് റാഷണലാണ്. അതുപോലെ നെഗറ്റീവായിട്ട് പോയിട്ട് വരിക, അതിനെയാണ് നിഷേധം. അത് പ്രതിഷേധം, വിധി പ്രതിഷേധം. വിധി നിയമവുമുണ്ട്, പ്രതിഷേധ നിയമവുമുണ്ട്. ഇങ്ങനെ രണ്ട് വഴിയിലാണ് ഇതിനെ പഠിക്കാനായിട്ട് പോവുക. അതിലെ നിരോധ നിയമം എടുത്താണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. വക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രത, നിരോധം. അതിൽ ക്ഷിപ്തവും മൂഢവും യോഗത്തിൻ്റെ എതിരാളിയായാണ് കരുതുന്നത്. ക്ഷിപ്തമൂഢങ്ങൾ ഒരിക്കലും നമ്മെ സമാധിയിലെത്തിക്കില്ല. ഏകാഗ്രതയും വിക്ഷിപ്തം എതിരാളിയല്ല. കാരണം വിക്ഷിപ്ത ചിത്തം സാധനയിൽ മാറി മാറി വരുന്ന ഒരു ചഞ്ചലത്വമാണ്. അതിൽ ഏറ്റവും ശത്രുവായിട്ടുള്ളത് ക്ഷിപ്തവും മൂഢവുമാണ്. വിക്ഷിപ്തവും യോഗത്തിന് സഹകാരിയല്ല എങ്കിലും മറ്റതിനോളം അപകടകാരിയല്ല. ഏകാഗ്രത സഹായമാണ്. ഏറ്റവും നല്ലത് നിരോധമാണ്. നിരോധത്തെയാണ് പതഞ്ജലി യോഗത്തിൻ്റെ നിർവചനമായി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളതിലേക്ക് വരും. അത് ദീർഘമായി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്നതെന്ന് മാത്രം. അത്രയും വിശദമായി നമ്മൾ പോകുന്നു എന്നേ ഉള്ളൂ. അത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. നിരോധം വൃത്തിയുടെ, വൃത്തി നിരോധിക്കുക. ചിത്തവൃത്തി ഇങ്ങനെ അനുസ്യൂതം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വൃത്തി ഇല്ല എങ്കിൽ നമ്മൾ ശാന്തമായ ഒരു മനസ്സ്, ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിൽ ഒരു കല്ല് വന്ന് വീഴുമ്പോൾ ഓളമുണ്ടാവും. ആ ഓളത്തെ തുടർന്ന് വീണ്ടും ഓളങ്ങളുടെ ഒരു പരമ്പരയുണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ചിത്തത്തിൽ പൂർവ അനുഭവങ്ങളുടെയോ കേട്ടുകേൾവികളുടെയോ ശബ്ദ സ്പർശ രൂപരസ ഗന്ധാദി വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വന്നു വീഴുന്ന ഒരു സർജനമാണ് ക്ഷിപ്തങ്ങളായി പൊന്തുന്നത്. അത് വെറുതെ ഒന്നിരുന്നാൽ മതി. ഇന്ന് മുതൽ ഒരു പരിപാടിയും വേണ്ടെന്ന് വിചാരിച്ച് വനത്തിലേക്ക് പോകുന്നവരാ, ഞാനാ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ കൊസ്രക്കൊള്ളികളും നിറഞ്ഞ ഒരു മനസ്സും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഈ മനസ്സൂരി ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, അതിനേക്കാൾ കൂടുതൽ ഇതുവരെയുള്ള സാധനങ്ങളുണ്ട് വേണ്ടത്ര. എന്നോട് എതിർത്ത ആളുകൾ, എന്നെ അനുകൂലിച്ച ആളുകൾ, എന്നെ സഹായിച്ച ആളുകൾ, എനിക്ക് ദുഃഖമുണ്ടാക്കിയ ആളുകൾ, എനിക്ക് സുഖം തന്ന ആളുകൾ, അങ്ങനെയുള്ളതായ ഒരു ലോകം മുഴുവൻ കൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പോകാൻ നേരത്ത് കാര്യമായ രീതിയിൽ എൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെ
അഴിച്ചവിടെ വെച്ചൊരു കാവ്യമൊക്കെ കൊടുത്തു. അത് മാറ്റാനൊരു പ്രയാസമില്ല. ആകപ്പാടെ 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ കളർ കിട്ടി, അത് മുക്കി കൊടുത്തു, ഞാൻ സ്ഥലം വിട്ടു. ആളുകളുടെ ദൃഷ്ടികോണത്തിൽ എല്ലാം ക്ലിയറായി. പക്ഷെ എനിക്കല്ലേ അറിയുള്ളൂ എൻ്റെ മനസ്സിൽ എന്തെല്ലാം കളിക്കുന്നുണ്ട്. ഞാൻ ആ വനത്തിൽ പോയിരുന്ന് കഴിയുമ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടാവും, മുഴുവനുണ്ടാവും, ഒരെണ്ണത്തിനും കുറവ് വരില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു കുടിലുമൊക്കെ കെട്ടി പതുക്കെ താമസം തുടങ്ങിക്കഴിയുമ്പോൾ എവിടുന്നെങ്കിലും ഒരു പട്ടി വന്ന് കൂടും. കാരണം വെച്ചാൽ വേസ്റ്റ് കുറച്ചുണ്ടാവും, പട്ടി വന്ന് കൂടും. അതും ഇതുമൊക്കെ എടുക്കുമ്പോൾ പൂച്ച വന്ന് കൂടും. പൂച്ച വന്ന് കൂടുമ്പോൾ എനിക്ക് പാല് കുടിക്കണമെന്ന് മോഹമില്ല, പൂച്ചയ്ക്ക് പാലില്ല പറ്റുകയില്ലോ എന്നേ. അപ്പം ഞാൻ അടുത്തെവിടെയാ വീടുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചുകൊണ്ടിരും എൻ്റെ പൂച്ചയ്ക്ക് കൊടുക്കാൻ. അവരോട് പറയും പൂച്ചയ്ക്ക് കൊടുക്കാനാണ് വെച്ചത് പാല്. കാവ്യമൊക്കെ ആയതുകൊണ്ട് അവർ പാല് തരുമ്പോൾ കറന്നൂർ പറയും, സ്വാമിജി എന്നും ഈ പാലിന് സമയം വന്നിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിലൊരു അഡീഷണൽ പശുവുണ്ട്, അതിനെ എന്നെ പറഞ്ഞേക്കാം. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നൊരു പശുവിനെ തന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമിജി ഈ പശുവിനെ നോക്കാൻ ആരുമില്ലല്ലോ, സ്വാമിജി തന്നെ പുല്ലുമൊക്കെ പറിക്കണ്ടേ, മോളാണെങ്കിൽ തൊഴിലില്ല അവിടെ നിൽക്കുകയാണ്, അവളൊന്ന് പുല്ലും പറിച്ചോളൂ. ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ. പുല്ല് പറിച്ചിപ്പോൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഏതായാലും അവൾക്കും ഒരാൾ വേണം, എനിക്കും ഒരാൾ വേണം, പിന്നെ ഇനി അങ്ങ് ആയിക്കോട്ടെ എന്ന്. അപ്പോഴത്തേക്കാണ് നാട്ടിൽ നിന്ന് പോകുന്ന വിവരം, ആരോ വനത്തിൽ കൂടെ മാങ്ങ പറിക്കാൻ പോയവർ ഞാനിങ്ങനെ സുഖമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള വിവരം അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾ പിള്ളേരെയും പെരുങ്ങണിയും ഒക്കെ കൂടി അവരെല്ലാം കൂടി ഇങ്ങോട്ട് അപ്പം നേരത്തെ ഉള്ളത് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ട് അതെ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിന് പഞ്ഞൊന്നും ഉണ്ടാവില്ല. ചിത്തവൃത്തി ക്ഷണ നേരം കൊണ്ട് 1000 അതെവിടെ ചെന്നാലും ഉണ്ടാവും. ആ വൃത്തികളെ നിരോധിച്ചിട്ട് മാത്രമേ യോഗിയാവൂ, അല്ല വേറെ ഒന്നും മാറിയിട്ടാവൂ. പൂർണ്ണമായിട്ട് നിരോധിക്കുന്നതല്ല, കുറച്ചുകൊണ്ട് കാര്യമില്ല. കുറച്ചാൽ അത്രയും ഫലമുണ്ട്. എത്ര കുറയുന്നോ അത്രയും നന്ന്. ചിത്തവൃത്തിയുടെ നിരോധം മാത്രമാണ് യോഗം. വൃത്തിയാകട്ടെ നിരന്തരം ഉണ്ടാവും. അതിനാദ്യം നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് വൃത്തികൾ പൊന്തുമ്പോൾ വൃത്തിയെ നോക്കിക്കാണുക. വൃത്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ വൃത്തി പിൻവാങ്ങും. എന്നിലൊരു വൃത്തി ഉണ്ടാകുന്നത് ഞാൻ അറിയുന്നു എന്ന് വന്നാൽ വൃത്തി പിന്നെ അവിടെ നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ആ നോക്കിക്കഴിഞ്ഞിട്ട് അടങ്ങുമ്പോൾ അടുത്ത വൃത്തി വരും. വീണ്ടും അതിനെ നോക്കിയാൽ അതടങ്ങും. വെറുതെ നോക്കിയാൽ മതി. ഞാൻ ഒരാളോട് ചൂടാകാൻ പോകുമ്പോൾ ചൂടാകുന്ന വൃത്തിയെ ഞാൻ നോക്കിയാൽ നിന്ന നിപ്പിലൊരു കുട്ടിക്കരണം മറിഞ്ഞിട്ട് ഞാൻ സൗമ്യനാവും. അതാണ് ചിലർ ചൂടാകാൻ തുടങ്ങുമ്പോൾ ഒരു വൃത്തി ചൂടാകാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോഴാണ് മറ്റൊരാൾ അവിടുന്ന് ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ അവിടെ വരുന്നുണ്ട് കേട്ടോ, അത് വലിയൊരു ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്. നിന്ന നിപ്പിൽ കുട്ടിക്കരണം മറിഞ്ഞിട്ട് ആ വൃത്തി അങ്ങ് മാറി, വരൂ ഇരിക്കൂ, ചായ വേണോ കാപ്പി വേണോ, ഒരു വളിച്ച മുഖത്തോടെ ഉടനെ തന്നെ മാറും. വളരെ എളുപ്പമാണ്. വൃത്തിക്ക് വളരെ പെട്ടെന്ന് വേഷം മാറാനുള്ള കഴിവുണ്ടാവും. വൃത്തി പോലെ വേഷം മാറുന്ന ഒരു സാധനം വേറെ ഇല്ല. നോക്കിക്കാണണം. അത് നമ്മൾ നോക്കി നമുക്ക് തന്നെ എത്രയോ പ്രാവശ്യം അത് പറ്റിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അത് വൃത്തിക്ക് പല അഭ്യാസങ്ങളുണ്ട്. ഒരിക്കൽ ചൂടായി കഴിഞ്ഞ് മറ്റേ ആൾ പറഞ്ഞു, നിങ്ങളന്നേരം എന്നോട് ചൂടായില്ലേ, ഞാനതല്ലേ പിന്നെ മിണ്ടാത്തത്, സംഭവം ഇന്നതായിരുന്നു. അത് അന്നേരം പറയണ്ടായിരുന്നു. ഞാനത് പറയാൻ സമ്മതിച്ചു, അതിനുമ്പേ ചൂടാകുകയില്ലായിരുന്നു. ഇതൊക്കെ അതുകൊണ്ടാണ് വൃത്തിയുടെ കളിയാണ്. ചിത്തവൃത്തി എങ്ങനെയൊക്കെയും കളിക്കും.
വൃത്തിയുടെ നിയന്ത്രണം ക്ലിഷ്ടമാണ്, വൃത്തിയുടെ നിരോധം അതീവ ക്ലിഷ്ടമാണ്. ചിത്തവൃത്തി നിരോധമായാൽ യോഗമായി. അപ്പം നിരുദ്ധമാണ് ഇതിലേറ്റവും ഉത്തമം. നിരുദ്ധത്തിന് കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പം ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രത, നിരുദ്ധം. ഇത് പഠിച്ചാൽ പഠിത്തമായി. അതിൽ ക്ഷിപ്തം മനസ്സിലായി എന്നായിരിക്കുന്നു ഏറെക്കുറെ. ഏകാഗ്രത എന്ന് പറയുന്നത് യോഗത്തിന് വളരെ പ്രയോജനമുള്ളതാണ്. അവിടെയും ഒരു വൃത്തിയുണ്ട്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ, ഏകതാനത എന്ന് പറഞ്ഞാൽ ഏകവൃത്തി സംഭവിക്കും. നിരോധം എന്ന് പറയുമ്പോൾ സർവവൃത്തികളും നിരോധിച്ചു എന്ന് പറയാൻ മേല. അതിന് വ്യാസൻ, ഭാഷ്യകാരൻ ഏതൊക്കെ നിരോധിക്കും എന്നുള്ളത് അടുത്ത സൂത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാം. ആ വൃത്തിയുടെ നിയന്ത്രണം ഏകാഗ്രതയാണ്. എന്നിട്ട് ഒരു വൃത്തിയിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ഏകവൃത്തി, അത് തൈലധാര പോലെ നിൽക്കും. അത് അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്വരൂപം അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഏകാഗ്രവൃത്തി യോഗത്തിന് പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നത്. ഒരെണ്ണാകുമ്പോ അതില് ഏകാഗ്രമായാൽ പിന്നെ എളുപ്പമാണ്. ഏകാഗ്രമായി കിട്ടണം. ഏകാഗ്രമായി കിട്ടിയാൽ എളുപ്പമാണ്. അപ്പം ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രത, നിരോധം. ഇതില് ഉദ്ധൃതാവസ്ഥ എന്ന് പറഞ്ഞില്ലേ? അപ്പോ അല്ല, നിങ്ങള് ഒരാൾ സമാധിയിൽ നിന്ന് ഉദ്ധൃതമാകുമ്പോൾ ഈ ലോകം അയാൾ കാണും. അങ്ങനെയാണ് ലോകത്ത് ജീവിക്കുന്നവരെ കാണുന്നത്. ലോകത്ത് ജീവിക്കുന്ന ഉത്തമന്മാരായ ആചാര്യന്മാർ എല്ലാം തന്നെ സമാധി അനുഭവിക്കുകയും സമാധിയിൽ നിന്ന് ഇടയ്ക്കുണർന്ന് ലോകം കാണുകയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഈ ഉപദേശമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഉണർന്നു വരുന്ന സമയത്ത് അവരിൽ ഏകാഗ്രതയോടുകൂടി വൃത്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ചില വാസനകൾ, അതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്, ചില വാസനകൾ അപ്പോൾ നിൽക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകാതിരിക്കണം. പക്ഷെ പലപ്പോഴും ലോകത്തിനിഷ്ടം അവരുടെ ആ വാസനകളാണ്. ലോകം അതിലാണ് താല്പര്യം കാണിക്കുന്നത്. അല്ലാതെ അവരുടെ ആത്മതലത്തിലുള്ള അറിവിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. സംഘങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ കെട്ടിപ്പടുക്കുന്നത് അവരുടെ ആ വാസനയോട് ചേർത്ത് വെച്ചിട്ടാണ്. അതിന് പ്രാധാന്യം കൊടുത്താണ് പോകുന്നത്, അല്ലാതെ അവരുടെ ദർശനത്തോട് പ്രാധാന്യം കൊടുത്തല്ല. ഇതുവരെ ജീവിച്ചിരുന്ന ആചാര്യന്മാരുടെ ദർശന സവിശേഷതകളെ അല്ല ലോകം പഠിക്കാനൊരുങ്ങുന്നത്. അവരുണ്ടാക്കിയ ഭൗതികങ്ങളായ കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതവരുടെ സാധനയുടെ ഒരു ഭാഗമായി അവരുപേക്ഷിച്ച സാധനമാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം മലമായി തീർന്ന് അത് മലമായി ഉപേക്ഷിക്കുകയും അതിലെ നല്ലത് അവരുടെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യുന്ന പോലെ അവർ സാധന ചെയ്തപ്പോൾ ഉണ്ടായ അറിവാണ് അവരുടെ ദർശനങ്ങൾ. ആ ദർശനങ്ങളല്ല ലോകത്തിനിഷ്ടം. മലമായി തീർന്നതാണ് ലോകത്തിനിഷ്ടം. അങ്ങനെ വരുന്നതാണ്. അത് ലോകത്തെങ്ങും അങ്ങനെയാണ്. ഗുരുക്കന്മാരുടെ പിന്നാലെ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഗുരുക്കന്മാരുടെ ഭൗതികങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശിഷ്യന്മാർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ചു, എന്നിട്ട് പോയി ആ പഠിച്ചത് അനുഭവത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ശിഷ്യന്മാർ വളരെ കുറവാണ്. ആശ്രമങ്ങളിൽ കെട്ടിനിന്ന് അവിടെ വഴക്കുണ്ടാക്കി, പൊല്ലാപ്പുണ്ടാക്കി, അതിന് ഗ്രൂപ്പുണ്ടാക്കി, അതിന് പിടിച്ച് ആ ഗുരുക്കന്മാരുടെ സൽപ്പേര് കളഞ്ഞു കുളിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. മനസ്സിലായോ എന്നറിയില്ല. ഉണ്ടായിട്ടുള്ള ഗുരുക്കന്മാർക്കൊക്കെ സൽപ്പേരിന് കളങ്കം വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റം കൊണ്ട് വന്നിട്ടുള്ളതല്ല. ശിഷ്യപ്രശിഷ്യ പരമ്പരകൾ അവരുണ്ടാക്കിയ ഓരോന്നേൽ കെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയ വഴക്കുകളാണ്. എന്നിട്ടാണ് കേസും പുക്കാറും ബഹളവും ഒക്കെ ആയിട്ട് പോകുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ജിജ്ഞാസുക്കളല്ല പലപ്പോഴും അവിടെ ചെന്ന് കൂടുന്നത്, മറ്റു പല ആവശ്യത്തിന് ചെല്ലുന്നതാണ്.
അപ്പം അവരവിടെ കിടന്ന് വഴക്കുണ്ടാക്കും. ദർശനങ്ങൾ സ്വതന്ത്രങ്ങളാണ്. അത് അവരുടെ സമാധി വേളയിൽ ഉണ്ടായിട്ടുള്ളവയാണ്. അവ പഠിച്ചെടുത്താൽ പ്രയോജനമുണ്ട്. അത് വളരെ കുറച്ച് ആളുകൾക്ക് ഇതുണ്ട്. അതാർക്കും താല്പര്യമുള്ള കാര്യമല്ല. രക്ഷപ്പെടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. രക്ഷപ്പെടാനാണെന്നൊക്കെ ഉറക്കെ പറയും. രക്ഷപ്പെടാൻ ശാന്തിയാണ് വേണ്ടത്. അത് വളരെ കുറച്ച് ആളുകൾക്കേ ആവശ്യമുള്ളൂ. അശാന്തി ഉണ്ടാക്കാൻ എന്താ വഴി എന്നുള്ളത് ആലോചിക്കുന്നതാണ് ചിത്തവൃത്തികൾ. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, നിരന്തരം ഉണ്ടാവും. അതാണ് ഒരു സെക്കൻഡ് ഇടവേള ഉണ്ടാവില്ല. ഒന്ന് മറഞ്ഞാൽ അടുത്തത് കയറി വരിക. ഇത് അറിയാൻ എളുപ്പവഴി ഒരു അല്പനേരം ഒരു മുറി വാതിലെല്ലാം അടച്ച് കണ്ണടച്ചകത്തൊന്നിരുന്നു പോകും. അപ്പോൾ കാണാം ഈ ലോകത്തുള്ള സകല കൊള്ളിക്കിരുതഴികയും എൻ്റെ മനസ്സിലാണ് വരുന്നത്, അല്ലാതെ പുറത്ത് വേറെ ആരുടെയും മനസ്സിലല്ല വരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സന്യാസം, എൻ്റെ ബ്രഹ്മചര്യം, എൻ്റെ ഗാർഹസ്ഥ്യം, എൻ്റെ വാനപ്രസ്ഥം, അങ്ങനെ ആശ്രമധർമ്മങ്ങൾ, എന്നിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന വർണ്ണധർമ്മങ്ങളും, എന്നിൽ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ഭാവങ്ങളും, എന്നിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പുത്രൻ, പിതാവ് തുടങ്ങിയ ഭാവങ്ങളും, ഇവയെല്ലാം എൻ്റെ ചിത്തത്തിൽ മാത്രമുണ്ടായി വികസിക്കുന്നതാണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന മുഴുവൻ ശാസ്ത്രങ്ങളും, മുഴുവൻ സാങ്കേതിക വിദ്യകളും, മുഴുവൻ വസ്തുജാലങ്ങളും എൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയല്ലാതെ യാതൊന്നുമില്ല എന്ന് ഒരു മിനിറ്റ് കണ്ണടച്ച് കഥകളെല്ലാം അടച്ച് അകത്തിരുന്ന് നോക്കിയാൽ ബോധ്യം. പിന്നെ ഒരാളെയും എനിക്ക് കുറ്റം പറയാനുണ്ടാവില്ല. വസ്തുത കാണാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയേ നടക്കൂ എന്നും എനിക്ക് ഉറപ്പാവും. അതിനുശേഷം ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്നൊരഭിപ്രായം ഉണ്ടാവില്ല. ഇങ്ങനെ അല്ലാതെ ചെയ്യണം എന്ന് ആരോടും പറയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനോട് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്ന് പറയില്ല. നിങ്ങളിപ്പോഴാണ് നിങ്ങളായത്, നിങ്ങളിങ്ങനെ തന്നെ വേണം. നീയല്ലേ, നീ ഇങ്ങനെ ചെയ്യുള്ളൂ, നീ ഇങ്ങനെ തന്നെ ചെയ്യണം. അതിന് ഞാൻ എന്ത് സഹായം ചെയ്യാം? നീ മാറാൻ പാടില്ല. നീ മാറിയാൽ നീ അല്ലാതാവും. അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. നേരിട്ട് പറയരുത്, പറഞ്ഞാൽ വഴക്കിന് കാരണമാവും എന്ന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സഹായിച്ചു കൊടുക്കുക. ലോകത്തൊരാളെയും പിന്നെ മാറ്റാൻ ശ്രമിക്കില്ല. കാരണം അയാൾ മാറിയാൽ സംഗതിയാകെ മാറും. കാരണം മാങ്ങായ്ക്ക് നെല്ലിക്കായുടെ രുചി വന്നാൽ അത് പിന്നെ മാങ്ങയല്ല. നെല്ലിക്ക ചക്ക പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചക്ക ഉണ്ടല്ലോ. എന്നെ നെല്ലിക്ക എന്ന് വിളിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ഓരോ വസ്തുവും അതാതിൻ്റെ തലത്തിലിരിക്കുന്ന പോലെ ഇരിക്കണം. ആ തലത്തിൽ അതിനെ ആസ്വദിക്കാൻ കഴിയും. സഹായം ചെയ്യണോ അല്ല ഒന്നും ചെയ്യാതിരിക്കുന്നത്? നമ്മളുമായി അത്ര അടുപ്പത്തിലായാൽ അങ്ങ് സഹായിച്ചേക്കണം. സഹായിച്ചാൽ പിന്നെ ശല്യമില്ല. സഹായിച്ചില്ലെങ്കിൽ ബഹളമുണ്ടാവും. ഒന്നും ചെയ്യാതിരുന്നാൽ നല്ലത്. പക്ഷെ അന്നേരം നിങ്ങൾ ബന്ധിച്ചില്ലേ? ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. ബന്ധിച്ചതെന്തിനാണ്? സഹായിക്കാൻ. കാരണം ഇതെല്ലാം പരസ്പര സഹായ സഹകരണ സംഘങ്ങളല്ലേ. ലോകം അങ്ങനെയല്ലേ പോകുന്നത്. ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ, ഇതൊക്കെ പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ്. അങ്ങനെ അല്ലെങ്കിൽ